ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി മിന്നും ജയമാണ് നേടിയത്. BJP, ADMK അടക്കം പ്രതിപക്ഷമുയർത്തിയ വെല്ലുവിളിയെ മറികടന്ന് DMK മുന്നണി തമിഴ്നാട്ടിലെ 39 സീറ്റും തൂത്തുവാരി. ഒപ്പം പോണ്ടിച്ചേരി സീറ്റും ഇന്ത്യ മുന്നണിക്കാണ്. DMK വിജയം തമിഴ് സിനിമാ ലോകത്തും പ്രകമ്പനമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തലുകൾ. തമിഴ് സിനിമാ ലോകം ഏതാണ്ട് ഭരണകക്ഷിയായ DMKയുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് സംസാരം. ഉദയനിധി സ്റ്റാലിൻ സ്ഥാപിച്ച റെഡ് ജൈന്റ് മൂവീസ് ആണ് തമിഴകത്തെ സിനിമാ മാർക്കറ്റിലെ കരുത്തർ. ഈ ആധിപത്യം തുടരുമെന്ന് സിനിമാ ലോകത്തിന് ഉറപ്പാണ്. തമിഴകത്തെ രാഷ്ട്രീയക്കാരായ സിനിമാക്കാരിൽ മക്കൾ മയം കക്ഷിയുണ്ടാക്കിയ നടൻ കമൽഹാസൻ ഇത്തവണ DMK മുന്നണിക്ക് പിന്തുണ നൽകുകയാണ് ഉണ്ടായത്. പലയിടത്തും കമൽ DMK പ്രചാരണത്തിനായി ഇറങ്ങുകയും ചെയ്തു. അതേസമയം നടൻ ശരത് കുമാർ തന്റെ കക്ഷിയെ BJPയിൽ ലയിപ്പിച്ച് അവസാന നിമിഷമാണ് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത്. ശരത് കുമാറിന്റെ ഭാര്യ നടി രാധിക ശരത് കുമാർ മത്സര രംഗത്തും ഇറങ്ങി. വിരുദനഗറിൽ മത്സരിച്ച രാധിക 3ാം സ്ഥാനത്താണ് എത്തിയത്. അന്തരിച്ച നടൻ വിജയകാന്തിന്റെ പാർട്ടി DMK ഇത്തവണ AIDMK സഖ്യത്തിലാണ് മത്സരിച്ചത്. വിരുദനഗറിൽ തന്നെയാണ് ഇവർക്കും സീറ്റ് കിട്ടിയത്. വിജയകാന്തിന്റെ മകൻ വിജയ് പ്രഭാകറാണ് മത്സരരംഗത്ത് ഇറങ്ങിയത്. ഇവിടുത്തെ സിറ്റിംഗ് MP കോൺഗ്രസിന്റെ മാണിക്യം ടാഗോറിന് കടുത്ത മത്സരമാണ് വിജയ് പ്രഭാകരൻ സമ്മാനിച്ചത്. വിജയകാന്തിന്റെ ജന്മനാട്ടിൽ 4379 വോട്ട് പിന്നിൽ മാത്രമായാണ് DMK സ്ഥാനാർത്ഥി എത്തിയത്. കന്യാകുമാരിയിൽ കോൺഗ്രസിന്റെ നിലവിലെ MPയും സിനിമാ നടനുമായ വിജയ് വസന്തും മികച്ച വിജയം നേടിയിരുന്നു. തമിഴ്നാട്ടിലെ പ്രമുഖ വ്യാപാര ശൃംഖല വസന്ത് ആൻഡ് കമ്പനി സ്ഥാപകനായ H വസന്തകുമാറിന്റെ മകനാണ് വിജയ് വസന്ത്. കന്യാകുമാരി MP ആയ ഇദ്ദേഹം അന്തരിച്ച വേളയിലാണ് ആദ്യമായി വിജയ് വസന്ത് MP ആയത്. എന്നാൽ DMKയുടെ വിജയം ശരിക്കും ആശങ്കയിലാക്കുന്നത് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച ദളപതി വിജയെ ആയിരിക്കുമെന്നാണ് തമിഴ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്. തമിഴ് വെട്രി കഴകം എന്ന പാർട്ടി പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന കാര്യം പ്രഖ്യാപിച്ചത്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരിക്കും രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങുക എന്നാണ് വിജയ് വ്യക്തമാക്കിയത്. ആപ്പ് വഴി 1/2 കോടിയിലേറെ പേർ തങ്ങളുടെ പാർട്ടിയിൽ എത്തിയെന്നാണ് അടുത്തിടെ TVK വൃത്തങ്ങൾ അവകാശപ്പെട്ടത്. അതേസമയം ഇപ്പോൾ അഭിനയിക്കുന്ന ദ ഗോട്ട് എന്ന ചിത്രത്തിന് ശേഷം നിലവിൽ ദളപതി 69 എന്ന് താൽക്കാലിക പേരിട്ടിരിക്കുന്ന ചിത്രം ചെയ്ത ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് എന്നായിരുന്നു വിജയ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ ചിത്രം അനിശ്ചിതത്വത്തിലാണ് എന്നാണ് വിവരം. നിലവിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ താരമൂല്യമുള്ള താരമായ ദളപതി വിജയുടെ ചിത്രത്തിന് നിർമ്മാതാവ് ഇല്ലെന്നതാണ് അവസ്ഥ. ഇത് കോളിവുഡിൽ വാർത്തയാകുന്നുണ്ട്. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപുള്ള ചിത്രം എന്ന നിലയിൽ രാഷ്ട്രീയ വിഷയങ്ങൾ സിനിമയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ തമിഴ് സിനിമാ രംഗത്ത് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയുടെ ശക്തി നന്നായി അറിയാവുന്ന തമിഴ്നാട്ടിലെ വൻ പ്രൊഡ്യൂസേഴ്സ് ഒന്നും ദളപതി 69 താല്പര്യം കാണിക്കുന്നില്ലെന്നും ഒരു അഭ്യൂഹം കോളിവുഡിൽ പരക്കുന്നുണ്ട്. DMKയുടെ ഈ വിജയം ഈ അനിശ്ചിതത്വം ചിലപ്പോൾ ശക്തമാക്കിയേക്കുമെന്നാണ് വിവരം. അതേസമയം പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയുടെ പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും എന്നതും ശ്രദ്ധേയമാണ്. ഒറ്റയ്ക്ക് രംഗത്തിറങ്ങാനാണ് വിജയ് ഇതുവരെ എടുത്ത തീരുമാനം. പക്ഷേ പുതിയ അവസ്ഥയിൽ ഘടകകക്ഷികളെ കണ്ടെത്തുമോ എന്നതും ശ്രദ്ധേയമാണ്. 10% കൂടുതൽ വോട്ട് ആദ്യഘട്ടത്തിൽ കിട്ടുമെന്ന ആത്മവിശ്വാസം ആഭ്യന്തര സർവേകളിൽ വിജയ് പാർട്ടി കണ്ടെത്തിയെന്ന് നേരത്തെ വാർത്തയുണ്ടായിരുന്നു. ലോക്സഭയിലെ DMK മുന്നണിയുടെ വിജയം വെച്ച് നോക്കിയാൽ ഇതുമൂലം എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ ഇറങ്ങിയാൽ വിജയുടെ പാർട്ടിയുടെ പ്രകടനം പരിതാപകരമാകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്. അതിനാൽ ഏതെങ്കിലും മുന്നണിയെ ആശ്രയിക്കുക എന്നതാണ് വിജയ്ക്ക് നല്ലതായ മാർഗം. പക്ഷേ അതിതുവരെ പാർട്ടി രൂപീകരണത്തിലടക്കം പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരാകുകയും ചെയ്യും. ശക്തമായ ബദൽ എന്ന സന്ദേശത്തിൽ പ്രചാരണം നടത്തി 2026 മാറ്റമുണ്ടാക്കാം എന്നാണ് വിജയുടെ പാർട്ടി കരുതുന്നത്. എന്നാൽ അതേ ആശയത്തിൽ വൻ സപ്പോർട്ടിൽ BJP തമിഴകത്ത് ഇത്തവണ ലോക്സഭയിൽ പ്രചാരണം നടത്തിയിട്ടും കാര്യമായ നേട്ടം ഉണ്ടാകാത്തത് ഒരു പ്രശ്നമായി വിജയും അനുഭവിച്ചേക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ശരത് കുമാർ അടക്കം നടത്തിയ നീക്കങ്ങൾ തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ വിജയ് രാഷ്ട്രീയ പ്രവേശനം മാറ്റിവെക്കുന്നതും നല്ലതാണ് എന്ന തരത്തിൽ നിരീക്ഷണം വരുന്നുണ്ട്.
എന്തായാലും കാത്തിരിക്കാൻ തന്നെയാണ് തമിഴകത്തെ വിജയ് ഫാൻസിന്റെ തീരുമാനം.